സ്ത്രീ സംവരണത്തെ കുറിച്ച് അല്ല അറിയുന്നത് പറഞ്ഞ സ്വന്തം അറിയാനൊന്നും ഇല്ല, സ്വന്തം അഭിപ്രായം, ഇത്ര കാലം കേരളത്തിൽ ജീവിച്ചിട്ടുള്ള സ്വന്തം അഭിപ്രായം. ഒന്നുമില്ല, സ്ത്രീകൾക്ക് ഇപ്പോൾ നമുക്ക് ബസ്സിൽ ട്രെയിനിൽ ഒക്കെ സംവരണം ഉണ്ട്, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ നിയമത്തിലൊക്കെ സംവരണം ഉണ്ട്. അതിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് അതുള്ളത്? എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ ഇപ്പോഴും ഈ സംവരണം സ്ത്രീകൾ അർഹിക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടില്ലേ? എന്താ അഭിപ്രായം? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ തോന്നേ? അല്ലെങ്കിൽ ഇപ്പോൾ ആണ് പെണ്ണെന്ന് പറഞ്ഞ വിവേചനം എപ്പോഴും ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല, അപ്പം അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമത്വം വേണമെന്നുള്ളത് പറയുന്നത്, പുരുഷനെ പോലെ തന്നെ സ്ത്രീയും വേണമെന്നുള്ളത് പറയുന്നത്. അപ്പൊ സമത്വവും സംവരണം തമ്മിൽ ടാലി ആയി പോകില്ലല്ലോ. അപ്പൊ സമത്വത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്, സംവരണത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് പെൺകുട്ടി എന്ന നിലയിൽ. സമത്വമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് സംവരണത്തിന്റെ ആവശ്യമുണ്ടോ? സ്ത്രീകൾ ഇപ്പൊ സീറ്റിലൊക്കെ എഴുതി വെക്കില്ലേ, മറ്റേ നമ്മുടെ ബസ്സിലൊക്കെ സ്ത്രീകൾ മാത്രം ഇരിക്കാൻ ഒരു സീറ്റ്, അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് അതിന്റെ ആവശ്യമില്ല. ഇല്ലല്ലോ. ഇപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം സംവരണം വേണം തന്നെയാണ്? ഇല്ല വേണ്ട. അപ്പൊ ആവശ്യമില്ലല്ലോ. എനിക്ക് പറഞ്ഞാൽ കിട്ടൂല അത്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ കേരളത്തിൽ ഇക്കാലഘട്ടത്തിൽ ഇപ്പം സ്ത്രീകൾക്ക് ഒരു സംവരണത്തിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കറിയാം ബസ്സിൽ നമുക്ക് എല്ലാ മേഖലകളിലും ആ സംവരണം കിട്ടുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? ഇല്ല, വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും പ്രോഗ്രസീവായി ഇപ്പോഴും നമ്മൾ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കാറ്റഗറിക്ക് ഒരു പ്രത്യേക റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നമ്മൾ രണ്ടുപേരെയും ഒരുപോലെയുള്ള പരിഗണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അതേപോലെ തന്നെ ഈക്വലി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഓരോ ഇപ്പോൾ ഈ എന്താ പറയുക ക്രൈമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ റിസർവേഷൻ, സ്ത്രീയാണ് കുറ്റവാളിയെങ്കിൽ അവരെ മുഖം കാണിക്കില്ല, പുരുഷനാണെങ്കിൽ കാണിക്കും. പക്ഷെ ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ആവണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രത്യേക റിസർവേഷൻ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിയമങ്ങളിലും മാറ്റം പറ്റില്ല. ഇപ്പം നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് വെറുതെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊളീഗ്, ആളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് ആളോടുള്ള ദേഷ്യത്തിന് പീഡനത്തിന് പരാതി കൊടുത്തു. ആളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയമായിരുന്നു, അതിനെ വരെ അത് ബാധിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ജെന്യുവൻ ആണോ എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതൊക്കെ മാറണം. നമ്മുടെ നിയമങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം. കാരണം മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പരിഗണന ആവശ്യം ഉണ്ടായിരുന്നു, കാരണം സൊസൈറ്റിയിൽ അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ എല്ലാവരും ഒരുവിധം ഒപ്പത്തിന് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടി ജെന്യുവനായിട്ട് ആക്ഷൻ എടുക്കണം. അപ്പം നിയമങ്ങളിലും മാറ്റം വരുത്തണം. ഓക്കെ. അപ്പോൾ കേരളത്തിൽ ഇപ്പം ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് സംവരണമുണ്ട്, ജോലി സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ ഒരു സംവരണത്തിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? വേണ്ടേ? വേണോ? ചേട്ടൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത്. സ്ത്രീ സംവരണം സമത്വമല്ലേ? സമത്വമല്ല, സംവരണം വേണം. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമല്ലോ, എല്ലാ മേഖലകളിലും കൊടുക്കണം. അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്നല്ല, ചേട്ടൻ്റെ അഭിപ്രായമാണ്. അതെ, അഭിപ്രായം ആണോ? ഓക്കെ.